അദ്ദേഹത്തിന് അപകടം പറ്റി ആശുപത്രി കൊണ്ടുപോയപ്പോൾ ശരിയായ ചികിത്സ അവിടെ ലഭിച്ചില്ല. കാരണം അവിടെ ഉദ്യോഗസ്ഥരില്ലായിരുന്നു. വലിയ കൊട്ടിഘോഷിക്ക് ഉദ്ഘാടനം നടത്തിയ ആശുപത്രിയിൽ ശരിയായ സംവിധാനങ്ങളില്ലായിരുന്നു, ഉദ്യോഗസ്ഥരില്ലായിരുന്നു. അതുകൊണ്ട് അത് കാര്യക്ഷമമായിട്ട് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നായിരുന്നു നമ്മൾ അറിവ്. പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് KSEB താൽക്കാലിക ജീവനക്കാരനായ സന്തോഷ് 39 വയസ്സുള്ള അമ്പൂർ സ്വദേശി സന്തോഷിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഇതേ സമയത്ത് ആശുപത്രിയിൽ ജീവനക്കാരോ മറ്റോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചികിത്സ നിഷേധമുണ്ടായി. വളരെ വൈകിയാണ് ചികിത്സ തുടങ്ങിയത്. അതേ സമയത്ത് തന്നെ സന്തോഷ് കുമാർ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. തുടർന്ന് KSEB താൽക്കാലിക ജീവനക്കാർ പാറശാല താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ രാത്രി വൈകിയും ഏറെ വൈകിയും സമരവും പ്രതിഷേധ ധർണയും ഒക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ വീടിന് മുൻപിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഈ അമ്പൂരിയിലെ സെറ്റിൽമെൻറ്റിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. അല്പനിമിഷത്തിനകം തന്നെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. എന്തായാലും പ്രദേശവാസികളൊക്കെ കടുത്ത അതൃപ്തിയിലാണ്, ഇവരെല്ലാം തന്നെ പ്രതിഷേധത്തിലുമാണ്. കാരണം ചികിത്സ ഒരല്പം കൂടി മുൻപിൽ നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ജീവൻ രക്ഷിക്കാൻ സാധിച്ചേക്കുമെന്നുള്ള ഒരു പ്രത്യാശയൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും പാറശാല താലൂക്ക് ആശുപത്രിയുടെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ ആവശ്യത്തിന് ജീവനക്കാരുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു ഡ്യൂട്ടി ഡോക്ടർ മാത്രമായിരുന്നു. CPR നൽകാൻ പോലും ജീവനക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം പറഞ്ഞ. ചേട്ടാ, എന്താണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ? നിലവിൽ അദ്ദേഹത്തിന് അപകടം പറ്റി ആശുപത്രി കൊണ്ടുപോയപ്പോൾ ശരിയായ ചികിത്സ അവിടെ ലഭിച്ചില്ല. കാരണം അവിടെ ഉദ്യോഗസ്ഥരില്ലായിരുന്നു. വലിയ കൊട്ടിഘോഷിക്ക് ഉദ്ഘാടനം നടത്തിയ ആശുപത്രിയിൽ ശരിയായ സംവിധാനങ്ങളില്ലായിരുന്നു, ഉദ്യോഗസ്ഥരില്ലായിരുന്നു. അതുകൊണ്ട് അത് കാര്യക്ഷമമായിട്ട് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നായിരുന്നു നമ്മൾ അറിവ്. സന്തോഷിൻ്റെ വീട്ടിലിപ്പം നിലവിൽ ഭാര്യ മാത്രമാണോ ഉണ്ടായിരുന്നത് അല്ലേ? ഭാര്യയും കുഞ്ഞും മാത്രമാണ്. ഭാര്യ സുഖമില്ലാത്തൊരു കുട്ടിയാണ്. വളരെ ദുഃഖകരമാണ് അവരെ കാര്യം. ഇപ്പോഴും വയസ്സുള്ള കുട്ടി മാത്രം കുട്ടിയാണ്. ആ പെൺകുട്ടിയും അസുഖമൊക്കെ ഉള്ളതാണ്. മരണവാർത്ത അറിഞ്ഞിട്ട് സന്തോഷിൻ്റെ ഭാര്യയും കൊണ്ട് ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പം വീണ്ടും അവിടെ തടന്ന് വീണു. ഇപ്പോൾ ഇവിടെ ഒരു ചികിത്സ ഒരു ടെലിമെഡിസിൻ സെൻറ്റർ തൊട്ടടുത്തുണ്ടായിട്ട് പോലും അവരെ ഒന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പ്രതിഷേധത്തിലാണ് നാട്ടുകാരെല്ലാം. വളരെ പ്രതിഷേധമുണ്ട് ഈ കാര്യത്തിൽ. ഈ വീടിന് തൊട്ട് മുന്നാണ് ഈ സ്ഥാപനം ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ ഒരു ഗുണവുമില്ല. 9 മണി 2 മണി വെച്ചാൽ 1 മണിക്ക് അടച്ചിട്ട് പോയി. ഇവിടെ വെറുതെ 2 ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ വെച്ചിരിക്കുന്നത് ഞങ്ങളെ അഭിപ്രായം. കാരണം ഇവിടെ ഒരു ഈ ഷുഗറോ മറ്റു രോഗങ്ങൾക്ക് പരിശോധന ഇവിടെ ഉണ്ട്. റിസൾട്ട് വാങ്ങാൻ നമ്മൾ പിറ്റേ ദിവസം വരണം. ഈ സ്ഥാപനത്തിന് ഈ ടെലിമെഡിസിൻ ക്ലിനിക്കിനെ കുറിച്ചാണ് പറയുന്നത്. റിസൾട്ട് വാങ്ങാൻ പിറ്റേന്ന് വരണം. ഈ റിസൾട്ട് വാങ്ങി നമ്മൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം. പാറശാല ആശുപത്രിയിലേക്കാണോ പോകുന്നത്? ഇവിടെ മായത്തുണ്ട്, മായത്തുണ്ട്, വെള്ളറടയുണ്ട്. അത് കഴിഞ്ഞാൽ താലൂക്ക് ആശുപത്രി പാറശാല സ്ഥിതി ഇതാണെങ്കിൽ ഇവിടുത്തെ ആദിവാസികൾ അങ്ങനെ അവിടെ പോകും. വലിയ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികളും അതേപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഉള്ളത്. കാരണം കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഈ പ്രദേശത്തുള്ള ആദിവാസി വിഭാഗത്തിലുള്ള ആളുകളൊക്കെ തന്നെ ചികിത്സയ്ക്ക് പോകുന്ന ഒരു ആശുപത്രി കൂടിയാണ് പാറശാല താലൂക്ക് ആശുപത്രി. ആ ആശുപത്രിയുടെ ദയനീയ സ്ഥിതി കൊണ്ട് കൂടിയാണ് സന്തോഷിൻ്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്നുള്ള ഒരു പ്രതിഷേധ സ്വരം കൂടിയുണ്ട്. എന്തായാലും ഈ KSEB താൽക്കാലിക ജീവനക്കാർ ഇപ്പോൾ നിലവിൽ അമ്പൂരി ജംഗ്ഷനിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനിരിക്കുകയാണ്. ഒരല്പം ഞാനിപ്പോൾ നിൽക്കുന്നതിന് 2 കയറ്റം കയറി നിൽക്കുന്നിടത്താണ് സന്തോഷിൻ്റെ വീട്. അവിടേക്കും ഇപ്പോൾ നിലവിൽ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ പാറശാല താലൂക്ക് ആശുപത്രിക്കെതിരെ കനത്ത പ്രതിഷേധ സ്വരങ്ങൾ വരും ദിവസങ്ങളിലും ഉയർത്താനാണ് KSEB താൽക്കാലിക ജീവനക്കാരുടെയും പ്രദേശവാസികളുടെയും തീരുമാനം.